ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൃഷിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കൃഷിയുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി അത് കുറേ നാശമായി പോയി. ഇതിപ്പോൾ വേറെ പച്ചക്കറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നാണ്. ആദ്യത്തൊക്കെ കുറേ കിട്ടിയിട്ടാ, പിന്നെ ഇപ്പോൾ 2 മഴ പെയ്തപ്പോൾ ഒക്കെ നാശമായിട്ട് ഉണങ്ങിപ്പോയതാണ്. ഉണങ്ങിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ കുഴിച്ചിട്ടാണ് കേട്ടാ. കുക്കുംബറാണ്, പക്ഷെ അത് ഇവിടെ തണലുള്ള ഭാഗമാണ്. തണലുള്ളിടത്ത് വല്ലാണ്ട് അങ്ങോട്ട് ശരിയാവണില്ല. ഇവിടെയും തണലുണ്ട്, പിന്നെ എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ. നല്ല വെയിലാണ് പച്ചക്കറി കൃഷി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. നല്ല വെയിലും വെള്ളവും. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആട്ടുംകാട്ടും ചാണകപ്പൊടിയാണ് കേട്ടോ. വേറൊരു ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇതിനിടണില്ല. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ച് വളർന്നുണ്ട്. ഇവിടെയും വല കെട്ടി കൊടുത്തിട്ട് നമ്മൾ കുറേ കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കെട്ടി, അങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. അങ്ങനെ ഒരു വല, പഴയ വലയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക നല്ലത്. കുറച്ച് നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഴയ ടാർപ്പായ ഇങ്ങനെ വെച്ചേക്കണത്. ഇവിടെ തക്കാളി തൈയാണ് വെച്ചേക്കുന്നത്. അത് വലിയൊരു, അതും തണലുള്ള ഭാഗമായ കാരണം ഓരോന്നോരോന്ന് അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മുളക് തൈയുണ്ട്. മുളക് തൈൻ്റെ അവിടെയും വെയിൽ വല്ലാണ്ടില്ല. പിന്നെ എന്നാലും ഓരോന്നൊക്കെ നല്ല വലുപ്പമായിട്ടുണ്ട്. പിന്നെ കൈപ്പക്കയും മത്തനും വെള്ളരി എല്ലാം ഇട്ടിട്ടുണ്ട്. കുറേശ്ശെ വെയിലുള്ള ഭാഗവും തണലുള്ള ഭാഗത്തും വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ച കയ്പ വള്ളിയൊക്കെ കുറച്ചൊക്കെ നാശമായിക്കണം, കഴിഞ്ഞു തുടങ്ങിക്കണം. ഇപ്പോൾ ചെറിയ കയ്പൊക്കെ ഉണ്ടാവണം, അത് കഴിഞ്ഞു കേട്ടാ. പിന്നെ നമ്മൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. 2-3 സ്ഥലത്ത് കയ്പൊക്കെ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലുള്ള കാരണം നല്ല ഉഷാറായിട്ട് നമ്മൾ 2 നേരം നനക്കൂട്ടാ. നനവ് എന്തായാലും നല്ല വെള്ളമാണ് വേണ്ടത്, എപ്പോഴും നനവുണ്ടാവണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വല കെട്ടി കൊടുത്തിക്കന്നെ കേട്ടാ. ഇവിടെ 2-4 വേപ്പും തൈ നിൽക്കുന്നുണ്ട്. ഈ സ്ഥലം നമ്മുടെ സ്വന്തം സ്ഥലമല്ല കേട്ടോ. എൻ്റെ ഒരു കസിൻ്റെ ഒരു സ്ഥലമാണ്. ഇതൊരു ഏക്കർ സ്ഥലമുണ്ട്. ഇതിൽ അവരൊന്നും ചെയ്യില്ല. നമ്മൾ കൃഷി ചെയ്യണതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഇവിടെ നാട്ടിലില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ല. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് ഈ കൃഷി ചെയ്യണത്. ഇവിടെ ഉണ്ട് കേട്ടോ കയ്പവള്ളി. ഈ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. കയ്പവള്ളി അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പടവലങ്ങി അത്യാവശ്യം നന്നായി ഉണ്ടായിട്ടാണ്. ഇപ്രാവശ്യം പടവലങ്ങ വെച്ചത് വലിയൊരു പിടുത്തം കിട്ടണില്ല, ഒരു ഉഷാറ് കുറവുണ്ട്. എന്താവുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇതുമ്മേ ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേ വെച്ചാൽ ഇതിപ്പോൾ അധികമായിട്ടില്ല വെച്ചിട്ട്. പെട്ടെന്ന് ഇതിപ്പോൾ ഒരു 1.5 വർഷമായിട്ടുള്ളൂ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി വെച്ച് കൊടുത്തിട്ട്. പെട്ടെന്ന് വളർന്ന് ഇവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളി തൈയൊക്കെ പല സ്ഥലത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെണ്ടത്തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടത്തൈയും വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ചേക്കുന്നത്. പക്ഷെ നോക്കാം, ചിലപ്പോൾ അതിങ്ങനെ നിന്നിട്ട് ചിലതധികം നീളം വലിയ തൈകളാവാതെ തന്നെ വെണ്ടക്ക ഉണ്ടാവുമല്ലോ, അങ്ങനെ ആയിരിക്കും. നമുക്ക് നോക്കാം അല്ലേ. ഇത് മത്തനാണ് കേട്ടോ. മത്തൻ വെച്ച് കൊടുത്താണിത്. മത്തൻ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ തൈകളൊക്കെ നമ്മുടെ ഇവിടെ അടുത്തൊരു നഴ്സറി ഉണ്ട്, അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വിത്തായിട്ട് വാങ്ങിച്ചതല്ല, നമ്മൾ തൈകളായിട്ട് വാങ്ങിച്ചതാണ്. ചെറിയ തൈകളായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇത് നമ്മൾ അന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പടവലങ്ങയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. 2 മഴ പെയ്തപ്പോഴൊക്കെ പിന്നെ അത് വലിയ ഇതായില്ല. 2 മഴ പടുത്ത് പെയ്തു. ഇവിടെ പടവലങ്ങൊക്കെ കുഞ്ഞതായിപ്പോയി. പല ഭാഗത്തായിട്ട് നമ്മൾ പയറ് വെച്ചു കൊടുത്തൊന്നും വലിയൊരു ഇത് വരുന്നില്ല. അത് ഇവിടെ ഇപ്പം ഇതിന് മുന്നേ വെച്ച കൃഷിയിലും പയറ് അല്ലാതെ പിടിച്ചില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. ചില സമയത്ത് ഏതെങ്കിലും ഒരു പച്ചക്കറി നല്ല ഉഷാറായിട്ട് വരും, അപ്പം ബാക്കി ഉള്ളതൊക്കെ മോശമാവും. അങ്ങനെയൊക്കെയാണ്. ഇത്
കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങ ആ ഒരു ഭാഗം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ തണലായതുകൊണ്ട് ഉണ്ടാവണില്ല. ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുമ്പോൾ നിറയെ ചക്ക ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. 2 ഉണ്ടായി. ഒന്ന് ഞാൻ ഇടിച്ചൊക്കെ ഇട്ടു. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ കയ്പൊക്കെയാണ് കേട്ടോ ലാസ്റ്റ്. ഇനി അതുമ്പോൾ ഉണ്ടാവില്ലേ, നമ്മൾ പുതിയത് വെച്ചപ്പോഴാണ് ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുക നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.